ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് പെസഹ അപ്പം അതല്ലെങ്കിൽ ഇണ്ടേറി അപ്പം. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് പച്ചരിയും അതുപോലെ 1/4 കപ്പ് ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 6 തൊട്ട് 8 മണിക്കൂർ കുതിർത്തി വെക്കാം. അതിനുശേഷം നമുക്കിത് അരച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ ചെരുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ ജീരകം 1/4 ടീസ്പൂൺ തൊട്ട് 1/2 ടീസ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾ 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ വെളുത്തുള്ളി ഒരു 2 തൊട്ട് 3 അല്ലി, അത് ചെറുതാണെങ്കിൽ 3 എണ്ണം വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചേർത്ത് നമുക്ക് വെള്ളം ചേർക്കാതെ ഒന്ന് ഒതുക്കിയെടുക്കാം. അങ്ങനെ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതെല്ലാം മിക്സായി ഒന്ന് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരിയും അതുപോലെ ഉഴുന്നും നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. മിക്സിയുടെ വലിയ ജാറാണെങ്കിൽ നമുക്ക് ഒരു ട്രിപ്പിൽ തന്നെ ഇത് അരച്ചെടുക്കാം. ഞാനിവിടെ ചെറിയ ജാറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാനിവിടെ 3 തവണയായിട്ടാണ് അരച്ചിട്ടുള്ളത്. കുറച്ചായിട്ടിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. തരിയായിട്ടാണെങ്കിലും അരച്ചെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. റേഷൻ കടയിലത്തെ പച്ചരി ആണെങ്കിൽ അതിനധികം വെള്ളം വേണ്ടി വരത്തില്ല. ഇത് ഇഡ്ഡലിയുടെ അരിയാണ്, അതുകൊണ്ട് അത് കുറച്ച് തിക്കായിട്ടാണ് വരിക. അതുകൊണ്ട് ഞാൻ 1.5 കപ്പ് വെള്ളമാണ് മൊത്തത്തിൽ ചേർത്തിട്ടുള്ളത്. ഇത് അരച്ചതിന് ശേഷം നമുക്ക് വേറൊരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി അതല്ലെങ്കിൽ സവോള ആണെങ്കിലും ചേർക്കാവുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് നമുക്ക് ചെറുതാക്കി അരിഞ്ഞ ശേഷം നമുക്ക് നെയ്യിൽ മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ കഴിക്കാൻ നേരം ഇതിന് ഒരു ഫ്ലേവർ കിട്ടും. ഇത് മധുരമില്ലാത്ത ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊക്കെ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് കഴിക്കാനായിട്ട്. ഇത് നന്നായി മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ടായിട്ട് നമുക്ക് തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അത് കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്ക് അധികം ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3/4 കപ്പോളം ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1.5 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. അരി അരിക്കുമ്പോൾ ഞാൻ ഏകദേശം 1 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കി വെള്ളം ഈ സമയത്താണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വല്ലാതെ തിക്നെസ് ഫീൽ ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനെ ടോട്ടലായിട്ട് ഞാനിവിടെ 1.5 കപ്പ് വെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ഈ മിക്സ് അന്നേരം തന്നെ തയ്യാറാക്കാവുന്നതാണ്. നമുക്കിത് മാറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് ദോശ തവയിൽ ഇങ്ങനെ ദോശ പോലെ ചുട്ടെടുക്കാം, അപ്പം പോലെയൊക്കെ ചുട്ടെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. നമുക്ക് കഴിക്കാൻ എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. ഉള്ളി വേവിച്ച അതേ ചട്ടിയിൽ തന്നെ ഞാൻ അപ്പം പോലെ ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ബാക്കിയുള്ള മാവ് ഞാൻ ഇഡ്ഡലി വേവിക്കുന്നത് പോലെ നമുക്ക് വട്ടപ്പത്തിൻ്റെ തട്ടുണ്ട്, അതിനകത്ത് കുറച്ചായിട്ട് മാവ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 20 തൊട്ട് 25 മിനിറ്റ് ഇത് വേവാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. അതുവരേക്കും ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.